നോക്കട്ടെ, അത് തിന്നാൻ ഭയങ്കര പുളിയേക്കാരോ. വെള്ളം കലക്കി തരാം. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യും കേട്ടോ. ഹൈപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഹൈപ്പ് ചെയ്യുക. നമ്മൾ കമൻറ്റിൻ്റെ ഭാഗത്ത് 2 ഡോട്ട് കാണാം, അതൊന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഹൈപ്പ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ഹൈപ്പ് ചെയ്ത് സഹായിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് രാവിലെ തന്നെ കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ലഞ്ച് രാവിലെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നില്ല, മോനൊന്ന് മീറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ലഞ്ച് കൊണ്ടൊന്നും പോകണ്ട, നമ്മളെ കൂടെ കൊണ്ടുപോകാനാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. ഞാനിന്ന് പൂരിയും പൊട്ടാറ്റോ കറിയാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെയാണ്. ഞാൻ ഉള്ളി നല്ല സൈസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിച്ചിട്ട് സവോള നല്ലതായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് 2 പൊട്ടാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കും. അത് കൂടി തന്നെ 2 എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് കേട്ടോ. അങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത്. പൂരിക്ക് ഞാൻ ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും ഒന്ന് കമൻറ്റിൽ കൂടെ ഒക്കെ പറയാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഗിവ് അവേൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളാരും അഭിപ്രായം പറഞ്ഞു കണ്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൂടെ പറയാം കേട്ടോ. പൂരിക്ക് ഞാൻ ഓൾറെഡി കുറച്ച് കുഴച്ച് വെച്ചതായിരുന്നു കേട്ടോ. ഞാൻ ആട്ടപ്പൊടി മാത്രമേ യൂസ് ചെയ്തിട്ടാണ് പൂരി ഉണ്ടാക്കാറുള്ളത്. 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കും. പിന്നെ സാധാരണ ഉപ്പും ചേർത്തിട്ട് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കും കേട്ടോ. നെയ്യ് ചേർത്താൽ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാ മുട്ട ഞാൻ അതിൽ തന്നെ പുഴുങ്ങാനായിട്ട് ഇട്ടതായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് തൊലി റിമൂവ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഉരുളൻകിഴങ്ങൊന്ന് ഉടച്ചെടുത്തിട്ട് അതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓൾറെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഓൻ്റെ മീറ്റിങ്ങിന് ഒന്ന് പോകണം. ഓണം എക്സാം കഴിഞ്ഞതിൻ്റെ പേപ്പറിൻ്റെയും ഒക്കെ റിസൾട്ടും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ വൈകുന്നേരം കാണാം കേട്ടോ.
ഇപ്പോൾ മഴയൊക്കെ പോയല്ലോ, അപ്പോൾ മഴയൊന്നുമില്ല കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നനക്കണം കേട്ടോ, ആ ഒരു പരിപാടി ഉണ്ട് ഇപ്പോൾ. അപ്പോൾ നനക്കലും ഞാനിവിടെ ഇങ്ങനെ കൂട്ടത്തിൽ ഇവിടെയുള്ള കരിയിലകളൊക്കെ അടിച്ചു വാരിയിട്ട് ഓരോ തൈയിന് ചോട്ടൊക്കെ നീക്കി കൊടുക്കണം കേട്ടോ. എന്നാൽ പിന്നെ നല്ല തണുപ്പും കിടന്നോളും, വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ നല്ലോണം കിടന്നോളും. പിന്നെ അതുമല്ല ഇവിടെ വൃത്തിയായിട്ട് കിടക്കുമ്പോൾ ഒരു ഭംഗിയാണല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചെയ്യാൻ കേട്ടോ. എപ്പോഴും ഞാനിങ്ങനെ അടിച്ചു വാരിയുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ തെങ്ങ് തുറന്നപ്പോൾ കുറേ കല്ലും ഒക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഒരു കുറേശ്ശെ ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ബ്രഷുള്ളത് വലിയ ഉപകാരം കേട്ടോ. നമുക്ക് ചൂലുകൊണ്ട് അടിക്കണ പോലെ അടിക്കുക. നമ്മൾ സാധാരണ കരിയില അടിക്കുമ്പോൾ കരിയിലൊക്കെ ഇതിൽ കോർത്ത് പിടിക്കുമല്ലോ, ആ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ ചൂല് വാങ്ങിയപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചൂല് ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിയതായിരുന്നു, ആമസോണിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം നല്ല സുഖമാണ് കേട്ടോ. നമ്മളിങ്ങനെ പറമ്പൊക്കെ അടിച്ച് വരുന്നവർക്ക് നല്ലൊരു സുഖമാണ്. ഈ കരിയിലകൾ ഇങ്ങനെ നീക്കി കൊടുത്താൽ നല്ലൊരു വളവുമാണ്. പിന്നെ അതുമല്ല നല്ല ഈർപ്പം നല്ലോണം കിടന്നോളും. നല്ല ചൂടാണല്ലോ വെയിലാവുമ്പോൾ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് തീരെ മഴ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ മോന് വന്നപ്പോൾ അവൻ പ്ലാസ്റ്റിക് പേപ്പറൊക്കെ പെറുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് തന്നെ ഇട്ട ചോക്ലേറ്റിൻ്റെ കവറും ഒക്കെയാണ്. അപ്പോൾ അവന് ഇഷ്ടമാട്ടോ. എന്തെങ്കിലും പണി ഏൽപ്പിച്ച് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. നീ അത് ചെയ്തോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഉത്തരവാദിത്വത്തിലൊക്കെ ചെയ്യും. അപ്പോൾ പ്ലാസ്റ്റിക് കവറൊന്നും ഇപ്പോൾ തൈൻ്റെ അടിയൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ പെറുക്കി കൊണ്ടുവിടും കേട്ടോ അവന്. ഈ ഭാഗത്തേക്ക് വെയിൽ, അസ്തമയത്തിൻ്റെ വെയിൽ ഭയങ്കരമായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല കുറേ ടൈം കഴിയണം വെയിലൊന്ന് നീങ്ങി കിട്ടാൻ. വൈകുന്നേരത്തെ പൂക്ക് വെയിലാണെങ്കിൽ ഭയങ്കര ചൂടാണല്ലോ ഇപ്പോൾ. അപ്പോൾ അത് കഴിയട്ടെ എന്ന് കരുതിയിട്ട് നിന്ന് കുറേ ടൈം ആയിട്ടുണ്ട്. 5 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഉള്ളിൽ കൊണ്ടേക്ക് ഇല്ല മൂപ്പായിട്ടില്ല. വെള്ളം കലക്കലാണ് ആ ക്യാമറ കാട്ടി. ഹലോ ഗൈസ്, ഇത് ഈ ചെടിമന്ന് കിട്ടിയതാണ്. ഇതാണ് നമ്മുടെ സാധനം. അപ്പൊ ഇങ്ങനെ നമുക്ക് നോക്കട്ടെ. അത് തിന്നാ ഭയങ്കര പുളിയേക്കാരോ. വെള്ളം കലക്കി തരാം.
തന്നെ വെള്ളത്തിൽ തൈകളൊക്കെ ഒരുവിധമൊക്കെ വലുപ്പമായി തുടങ്ങിയിട്ടാണ്. നമ്മൾ ഈ നാരങ്ങ തൈ വെച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ചൈനീസ് ഓറഞ്ച്. ഇപ്പോൾ ഇതാ നല്ലോണം കായ്ക്കാനൊക്കെ തുടങ്ങി. അതിൻ്റെ കൂടെ വെച്ച ജാമ്പമരാണ് ഇട്ടത്. പെട്ടെന്ന് വലുതാവും. ഒരു കണ്ടീഷനായിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് വളർന്നോളും. നല്ല ഭംഗിയാണല്ലേ നമ്മുടെ നാടൻ ചാമ്പൊക്കെ അങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട്. മറ്റേ സൈഡിൽ പോയി നോക്കുമ്പോൾ 2 വാഴക്കൊല ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊന്ന് മൂത്ത് പഴുത്തതൊക്കെ എന്തൊക്കെ ജീവികൾ തിന്ന് പോയിട്ടുണ്ട്. കുറേ വിണ്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെട്ടിയെടുക്കാൻ ഇപ്പോൾ ശശിയേട്ടനൊക്കെ വരുന്ന കാത്തു നിന്നാലും മുഴുവൻ കഴിച്ചു പോകുമെന്ന് എഴുതിയിട്ട് അതിൽ നിന്ന് കേട്ടോ. ഇത് നമ്മൾ ജലനിധിൻ്റെ ടാങ്കാണ് കേട്ടോ. അത് മുറ്റത്തിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതാണ്. ഇതിൽ ഞാനൊരു ബോട്ടിൽ പാതി വെള്ളം നിറച്ചിട്ട് അതിലിതാ ഒരു കയറ് കെട്ടിയിട്ട് അതിൻ്റെ അടിയിൽ വെയിറ്റുള്ളൊരു മുത്തിട്ട് കൊടുത്താട്ടോ. എന്തിനാന്ന് വെച്ചാൽ വെള്ളം വന്ന് ചാടുമ്പോൾ ആ ബോട്ടിൽ പോകുമല്ലോ, അപ്പോൾ അതിങ്ങനെ താഴ്ന്ന് വരും. അപ്പോൾ എനിക്ക് അറിയാനായിട്ട് പറ്റും വെള്ളം വന്നിട്ടുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെ ഇറങ്ങി വന്ന് നോക്കണമല്ലോ. ഇതിപ്പോൾ പാഷ്യോന്ന് നോക്കുമ്പോൾ ഈ ഒരു മുത്ത് എവിടെ കിടക്കുന്നുണ്ട് നോക്കിയാൽ അറിയാം ടാങ്കിൽ എത്ര വെള്ളമുണ്ട്. മുത്ത് താഴെ എത്തിയിട്ടുണ്ടെങ്കിൽ ടാങ്ക് ഫുള്ള് വെള്ളം ഉണ്ടാവും. അതായത് വെള്ളം ചാടുന്നതിനനുസരിച്ച് ബോട്ടിൽ പൊങ്ങി വരുമല്ലോ. ബോട്ടിൽ പൊങ്ങുമ്പോൾ മുത്ത് താഴ്ന്ന് വരും. അപ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ചെയ്യാറാണ് പതിവ്. മറ്റേത് ഞാൻ അപ്പുറം ചുറ്റി വന്നിട്ട് ഇങ്ങനെ മേടി നോക്കണം ഏത് വരെ വെള്ളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു ഉപകാരമാണ് കേട്ടോ. അത് ഇങ്ങനെ ജലനിധിൻ്റെ വെള്ളം വന്ന് ചാടും, നിറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്ക് ആവും. അങ്ങനത്തെ സിസ്റ്റം വെച്ചതാണ് കേട്ടോ. ഒരുപാട് കായ തിന്നു പോയിട്ടുണ്ട്. പിന്നെ അതുമല്ല മൂത്തിട്ട് നല്ലോണം മൂപ്പെത്തിയിട്ട് നല്ല വിണ്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ വിണ്ട പഴമൊക്കെ ഇനി പഴുക്കുമ്പോൾ പറ്റുണ്ടാവില്ലായിരിക്കും കഴിക്കാൻ. ഒരുപാട് പഴം നാശമായി പോയിട്ടുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല പൂവമ്പഴമാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ കാര്യങ്ങൾ. വീണ്ടും ഒരു വ്ളോഗായിട്ട് വരുന്നവരെയും കാണുന്നവരെയും അസ്സലാമു അലൈക്കും, ബൈ.